നമസ്കാരം ജയനാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് യു വികളുടെ തലതൊട്ടപ്പനായ ടൊയോട്ടയിൽ നിന്നും വരുന്ന, അതായത് എസ് യു വിയുടെ തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞ ലാൻഡ് ക്രൂസറാണ്. അതിൻ്റെ നിർമ്മാതാക്കളായ ജാപ്പനീസ് കമ്പനിയായ ടൊയോട്ടയിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞൻ എസ് യു വി, അതായത് ലാൻഡ് ഹോപ്പർ എന്നൊരു പേര് ജപ്പാനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ആക്കി കഴിഞ്ഞു. ആ ഒരു വണ്ടിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആട്ടോ ഇന്നത്തെ നമ്മുടെ ന്യൂസാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊന്നുമല്ല, ഒരു കുഞ്ഞൻ എസ് യു വി വരാൻ പോവുകയാണ്. അടുത്ത വർഷം എന്തായാലും ഈ എസ് യു വി മാർക്കറ്റിൽ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് എസ് യു വികളുടെ തലതൊട്ടപ്പനായ ലാൻഡ് ക്രൂസറിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പോകുന്ന കോമ്പാക്റ്റ് വെഹിക്കിൾ ആയിരിക്കും കേട്ടോ ഈ ലാൻഡ് ഹോപ്പർ എന്ന് പറയുന്ന ചെറിയ മിനി എസ് യു വി. അതായത് ടൊയോട്ടയിൽ നിന്ന് വരാൻ പോകുന്ന മിനി എസ് യു വി. അതായത് ലാൻഡ് ക്രൂസറിൻ്റെയും എഫ് ജെയുടെയും ഒരു മിക്സ് ആയിട്ടുള്ളൊരു രൂപമാണ് ഇതിന് കൺസെപ്റ്റിലല്ല ഇവർ കാണിച്ചിരിക്കുന്നത്. എന്തായാലും ജപ്പാനിൽ അവർ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. വരാൻ പോകുന്ന വണ്ടിക്ക് പെട്രോളും ഡീസലും ഇലക്ട്രിക്കും അതുപോലെ ഹൈബ്രിഡും വേരിയൻറ്റുകളും ഉണ്ടാകുമെന്നാണ് ന്യൂസ് വരുന്നത്. പെട്രോൾ വേരിയൻറ്റ് വരുന്നത് പുതിയ എഞ്ചിനായിരിക്കും, 2.7 ലിറ്ററിൻ്റെ. ഡീസലിൻ്റെ എന്ന് പറയുമ്പോഴത്തെ ഹൈലെക്സിൽ ഉപയോഗിക്കുന്ന സെയിം 2.8 ലിറ്റർ ആയിരിക്കും വരാൻ പോകുന്നത്. ഹൈബ്രിഡും ഇലക്ട്രിക്കും അറിയാമല്ലോ. ഇലക്ട്രിക്കൽ പ്ലാറ്റ്ഫോമിൽ ചെറിയ മാറ്റങ്ങളോടുകൂടി, സെയിം പ്ലാറ്റ്ഫോമിൽ ഇലക്ട്രിക്കിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളോടുകൂടിയായിരിക്കും ഇലക്ട്രിക് വെഹിക്കിൾ മോഡിഫൈ ചെയ്ത് വരാൻ പോകുന്നത്. ഹൈബ്രിഡ് പിന്നെ പയ്യെ ആയിരിക്കും വരാൻ പോകുന്നത്. ആദ്യം വരാൻ പോകുന്ന വേരിയൻറ്റുകൾ പെട്രോളും ഡീസലും ആയിരിക്കും. എന്തായാലും 2024 അവസാനത്തോടു കൂടി മാർക്കറ്റിലേക്ക് വണ്ടികൾ പെട്രോളും ഡീസലും വേരിയൻ്റ് എത്തുമെന്ന് തന്നെയാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ എസ് യു വി അല്ലെങ്കിൽ ഥാറിന് ഒരു വെല്ലുവിളിയായിട്ടായിരിക്കും ഇത് വരാൻ പോകുന്നത്. കാരണം ലാൻഡ് ക്രൂസറിൽ നിന്നുള്ളൊരു വാഹനമാകുമ്പോൾ എന്തായാലും ഒരു വെല്ലുവിളിയാവും. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൂർഖയും ഫോഴ്സിൻ്റെ ഗൂർഖയും അതുപോലെ ജിപ്സിയുടെ അല്ലെങ്കിൽ മാരുതിയുടെ ജിംനി, സുസുക്കിയുടെ ജിംനി വന്നിട്ടൊന്നും ഥാറിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ലാൻഡ് ഹോപ്പർ എന്ന് പറയുന്ന ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസറിൻ്റെ മിനി കോമ്പാക്റ്റ് എസ് യു വി വന്നു കഴിഞ്ഞാൽ ഥാറിന് അതൊരു വെല്ലുവിളി തന്നെയായിരിക്കുമെന്ന് വേണം പറയാനായിട്ട്. വെല്ലുവിളിയായിട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാലും വിലയുടെ കാര്യത്തിൽ വെല്ലുവിളി ആകുമോ എന്നറിയില്ല. കാരണം ലാൻഡ് ക്രൂസറിൻ്റെ മിനി വരുമ്പോൾ അതിൻ്റെ ഒരു പകുതി വില വന്നാൽ പോലും തന്നെ താറ് തന്നെയായിരിക്കും എക്കണോമിക്കലി നമുക്ക് ഭേദമായിട്ട് വരുന്നത്. പിന്നെ ഇവൻ്റെ ഒരു ഡിസൈൻ എന്തായാലും ഭയങ്കര ക്യൂട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പലതും മിക്സ് ചെയ്തൊരു ഡിസൈനാണ്. ലാൻഡ് ക്രൂസറും എഫ് ജെയും അതുപോലെ ഡിസ്കവറിയുടെയും അങ്ങനെ പല വണ്ടികളുടെ ഒരു പലയിടത്തുനിന്നും കോപ്പി ചെയ്ത പോലെയുള്ള ഡിസൈനൊക്കെ ആയിട്ടാണ് അവർ കൺസെപ്റ്റിൽ കാണിച്ചിരിക്കുന്നത് തന്നെ. എന്തായാലും ഭയങ്കര ക്യൂട്ട്നെസ് ആണ്. ടൊയോട്ടയുടെ വണ്ടികളെല്ലാം നമുക്കറിയാം, എല്ലാം തന്നെയാണ് വിജയിച്ച് തന്നെയാണ് വരാറുള്ളത്. ഇന്നോവയുടെ കാര്യമാണെങ്കിലും നമുക്കറിയാം. ഇന്നോവ വന്ന് അതൊരു ഹൈ എൻഡ് ലക്ഷറി മോഡലിലേക്ക് ആയി കഴിഞ്ഞു. ഫോർച്യൂണറും അതുപോലെ ലാൻഡ് ക്രൂസറും എല്ലാം തന്നെ വിജയമാണ്. ഈ വരാൻ പോകുന്ന മിനി എസ് യു വിയും വിജയമായി തന്നെ തീരും. കാരണം നമുക്കത് ഉറപ്പാണ്. ടൊയോട്ടയുടെ ക്വാളിറ്റിയിലും സെയിലിലും എല്ലാ കാര്യത്തിലും നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും 2024 നമുക്ക് ഇവനെ നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ വിപണികളിൽ, നമ്മുടെ റോഡുകളിൽ മിനി ലാൻഡ് ഹോപ്പറിനെ നമുക്ക് പ്രതീക്ഷിക്കാം ടൊയോട്ടയിൽ നിന്ന്. ലോകത്തെ പുത്തൻ വിശേഷങ്ങളും വിവരങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.